ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ ക്ലാസ്സിലൂടെ ഒരു സ്പെഷ്യൽ ടോപ്പിക് ഒന്നും അല്ല ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അതൊന്ന് ഓർഡർ ആക്കി തരാമെന്ന് വിചാരിച്ചു. ദാ ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നുണ്ടോ, പാർട്സ് ഓഫ് സ്പീച്ച്. സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താ? സംസാരം. ഈ സംസാരത്തിനൊരു പാർട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? പാർട്സ് ഓഫ് സ്പീച്ച് എന്തോ ഒരു ഡൗട്ട് തോന്നുന്നുണ്ടല്ലേ? ഈ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാര ഭാഷ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതിന് ഓരോ പാർട്ടുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സെൻറ്റൻസ് സംസാരിക്കുമ്പോൾ അതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഡിവിഷൻ എങ്ങനെയാണ് ആ ഒരു സെൻറ്റൻസിൻ്റെത്, അതൊക്കെ ഒന്ന് അറിഞ്ഞാലോ? അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഈ പാർട്സ് ഓഫ് സ്പീച്ച് എത്ര എണ്ണം ഉണ്ടെന്നറിയാവോ? ഗ്രാമറിൽ ചിലർ പറയും 12, 24. പോരട്ടെ ഓരോന്നായിട്ട്. അല്ല, അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ കാര്യം, ഈ പാർട്സ് ഓഫ് സ്പീച്ച് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാമോ? 8 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. 8 എണ്ണം. ഇനി അത് ഏതൊക്കെയാണെന്നുള്ളത് പറയാം ഓരോന്നായിട്ട്. അപ്പോൾ കണ്ടല്ലോ 8 പാർട്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാണെന്ന് ദാ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തത് നൗൺ, പിന്നുള്ളത് പ്രോനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, അഡ്വേർബ്, പ്രിപ്പസിഷൻ, കൺജങ്ഷൻ, ഇൻ്റർജെക്ഷൻ. അപ്പോൾ 8 എണ്ണമായിട്ടുണ്ട്. ഇനി അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ദാ 8 എണ്ണം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ ഇസ് നൗൺ. നൗൺ എന്ന് പറഞ്ഞാൽ ഇസ് ദ നെയിമിങ് വേർഡ്, ഇസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, അനിമൽ ഓർ എ തിങ്. ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ ഒരു മൃഗത്തിൻ്റെയോ ഒക്കെ പേരാകാം. ഇവിടെ ദാ എൻ്റെ പേര് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ പേര്, ഒരു എക്സാമ്പിൾ എന്നാ സജിൻ. ഇനിയിപ്പോൾ ഒരു വസ്തുവിൻ്റെ പേരാണെങ്കിലോ ടേബിൾ. ഇതൊക്കെ ഓരോ നൗണുകളായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട്. അപ്പോൾ അത് മനസ്സിലായല്ലോ. നെയിമിങ് വേർഡിന് പറയുന്ന പേരാണ് നൗൺ. ഇനി രണ്ടാമത് പറയുന്നത് പ്രോനൗൺ. പ്രോനൗൺ പ്രോനൗൺ എന്ന് പറയുമ്പോൾ ഈ നൗണിന് പകരം ഉപയോഗിക്കുന്ന ഒരു വേർഡ്, ആ വേർഡിനാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. ഫോർ എക്സാമ്പിൾ, ഹി, ഷീ, ഇറ്റ്. ഒരു പുരുഷന് പറയുന്നതാണെങ്കിൽ ഇപ്പം സജിൻ എന്നുള്ളതിന്, ഇപ്പം സജിൻ ഇസ് എ ട്രെയിനർ അല്ലെങ്കിൽ ഇസ് എ ടീച്ചർ. ഹി ടേക്സ് ക്ലാസ്സസ്. എന്തുകൊണ്ട് ഹി യൂസ് ചെയ്തു അവിടെ? സജിന് പകരം അവിടെ ഹി എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്തു. സോ അതുപോലെ ഒരു വ്യക്തിക്ക് പകരം യൂസ് ചെയ്യുന്ന ഒരു വേർഡ്, അത് നൗൺ തന്നെയാണ്, പക്ഷേ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. അതിനാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയുന്നത്. ഇനി അതെല്ലാം പോട്ടെ, മൂന്നാമത്തെ കാര്യം എന്താ? അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് കണ്ടല്ലോ. അഡ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ഫീച്ചറാണ്. ഒരു സാധനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു ക്വാളിറ്റിയെ കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന വേർഡാണ് അഡ്ജക്റ്റീവ്. എക്സാമ്പിൾ, ഗുഡ്, ബ്യൂട്ടിഫുൾ. ഇതൊന്നും വേണ്ട, ഈവൻ നമ്മൾ ചില നിറങ്ങളില്ലേ, കളേഴ്സ്. സോ ദിസ് ഇസ് റെഡ് ഇൻ കളർ. ഈ റെഡ് എന്ന് പറഞ്ഞ വേർഡ് പോലും ഒരു അഡ്ജക്റ്റീവാണ്. കാരണം എന്താണ്? ആ ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡ്. അത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? എ വേർഡ് ദാറ്റ് ഡിസ്ക്രൈബ്സ് എ നൗൺ. അപ്പോൾ അതൊരു ക്വാളിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അത് മറക്കണ്ട. ഇനി അടുത്തതെന്ന് പറയുന്നത് വേർബാണ്. വേർബ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റിയാണ്, ഒരു പ്രവൃത്തി ചെയ്യുന്നു. ഇപ്പം ഞാൻ ഐ എം ഗോയിങ് ടു റൺ അല്ലെങ്കിൽ റണ്ണിങ്, ഐ എം റൈറ്റിംഗ്. ഈ റൈറ്റ് അല്ലെങ്കിൽ വാക്ക്, റണ്ണിങ്, ഇതൊക്കെ ഓരോ ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഒരു ആക്ഷൻ ചെയ്യുന്നു, ആ ആക്ഷന് പറയുന്ന പേരാണ് എന്ത്? വേർബ്. അത് മനസ്സിലായി? ദാ വാക്ക്, റൈറ്റ്, റൈറ്റിംഗ് ഒരു വേർബ്. അത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അഡ്വേർബ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ദാ അടുത്തൊരു നോക്കി, അഡ്വേർബ്. വേർബ് കഴിഞ്ഞ് അഡ്വേർബ്. ഈ വേർബും അഡ്വേർബും തമ്മിലൊരു ബന്ധമുണ്ട്. നമ്മൾ നൗണും അഡ്ജക്റ്റീവും തമ്മിലുള്ള ബന്ധം പോലെ. നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒന്നാണല്ലോ അഡ്ജക്റ്റീവ്. എന്നാൽ അഡ്വേർബ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ വേർബിനെ ഒന്ന് ആഡ് ഓൺ ചെയ്ത് കൊടുക്കും. എത്രത്തോളം നന്നായിട്ട് ആക്ടിവിറ്റി ചെയ്തു. അഡ്വേർബ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ആഡ് ഓൺ ടു ദി വേർബ്. ആ ആക്ടിവിറ്റി, വെർബ് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ആണെന്നറിയാം, ആ ആക്ടിവിറ്റി എത്രത്തോളം മനോഹരമായിട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുന്നു, ഹൗ ദ ആക്ടിവിറ്റി ഈസ് ഡൺ എന്നുള്ളതാണ് ഈ അഡ്വേർബ് പറയുന്നത്. സോ അഡ്വേർബിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സ്ലോലി, നീറ്റ്ലി. സോ ഹൗ ദ ആക്ടിവിറ്റി ഈസ് ഡൺ. ഹി ഈസ് റൈറ്റിംഗ് നീറ്റ്ലി. റൈറ്റിംഗ് എന്ന് പറയുന്നത് വേർബാണ്. നീറ്റ്ലി എന്ന് പറയുന്നതോ ഇറ്റ്സ് എൻ ആഡ്വേർബ്.
സോ എങ്ങനെയാണ്, എത്രത്തോളം നന്നായിട്ട് എഴുതുന്നു അതൊരു വേർബാണ്. എത്രത്തോളം നന്നായിട്ട് എഴുതുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് എഴുതുന്നത്, നന്നായിട്ട് എഴുതുന്നു. ആ നന്നായി എന്നുള്ള അല്ലെങ്കിൽ നീറ്റ്ലി എന്നുള്ളതാണ് അഡ്വേർബ്. ഓക്കെ, അടുത്തത് പ്രിപ്പസിഷൻ. പ്രിപ്പസിഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു വേർഡ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എന്തൊക്കെയോ ഒരു കണക്ഷൻ തോന്നുന്നില്ലേ? പൊസിഷൻ, ഒരു സ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥാനം നിർണ്ണയിക്കുന്ന ഒരു വസ്തു എവിടെയാണ് എന്നുള്ളത് കാണിച്ചു തരാൻ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് പ്രിപ്പസിഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതാ എൻ്റെ കൈയുടെ മുകളിലാണ് ഇപ്പോൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പെൻ. സോ ദിസ് ഇസ് എബവ് മൈ പാം. ഇതോ നിയർ, ബിസൈഡ്സ്, പിന്നെന്നാ ഇൻ ഫ്രണ്ട് ഓഫ്, അങ്ങനെ. സോ ഓരോന്നും ഇതിനിപ്പോൾ ഇവിടെ പ്ലേസ് ചെയ്യുകയാണെങ്കിലോ ദിസ് ഇസ് പ്ലേസ്ഡ് ഓൺ ദി പാം. ഓക്കെ, അപ്പോൾ ഓൺ, ഇങ്ങനെ അണ്ടർ, എബവ്, ഇങ്ങനെയുള്ള വേർഡ്സിനൊക്കെ പറയുന്ന പേരാണ് പ്രിപ്പോസിഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ടേബിളിൻ്റെ മുകളിൽ ഒരു പെൻ ഇരിക്കുന്നു. ഈ ടേബിളിൻ്റെ മുകളിൽ ഇരിക്കുന്ന പെന്നും ആ ടേബിളും തമ്മിലുള്ള ഒരു ബന്ധം കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്, ഒരു പാർട്സ് ഓഫ് സ്പീച്ചാണ് പ്രിപ്പോസിഷൻ. ഓക്കെ, എ പെൻ ഈസ് പ്ലേസ്ഡ് ഓൺ ദ ടേബിൾ. സോ ആ ഓൺ എന്ന് പറയുന്ന വേർഡ് ഇല്ലെങ്കിൽ ഒരിക്കലും ആ പെന്നും ടേബിളും തമ്മിലൊരു ബന്ധം എന്ത് എന്നുള്ളത് അറിയത്തില്ല. അടുത്തതിലേക്ക് നീങ്ങാം. കൺജങ്ഷൻ. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കണക്ഷൻ എന്ന് പറയത്തില്ലേ, കൺജങ്ഷൻ. സോ കണക്റ്റിംഗ് വേർഡ്സ് ആർ കോൾഡ് കൺജങ്ഷൻ. എക്സാമ്പിൾ, ആൻഡ് ബട്ട്. കണക്ട് ചെയ്യുക, രണ്ട് വേർഡ്സുകൾ തമ്മിൽ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലോ വേർഡ്സ് തമ്മിൽ കണക്ട് ചെയ്യുക. നമ്മൾ ടോം ആൻഡ് ജെറി ആർ ഗുഡ് ഫ്രണ്ട്സ്. അവിടെ ടോമും ജെറിയും എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്താ ഒരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാ? രണ്ടുപേരെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുന്ന വേർഡ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് ഇൻ്റർജെക്ഷൻ. ഇൻ്റർജെക്ഷൻ എന്ന് പറഞ്ഞാൽ അയ്യോ, ഇങ്ങനെയൊക്കെ ഓരോ എക്സ്പ്രഷൻസ് നമ്മൾ അയ്യോ എന്തു പറ്റി, വാവ്, ഇങ്ങനെയൊക്കെ പറയാറില്ലേ? ഇങ്ങനെയുള്ള സഡനായിട്ടുള്ള ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ റൈറ്റിങ്ങിൽ ഒരു മാർക്ക് യൂസ് ചെയ്യാറുണ്ട്. അത് തന്നെ എക്സ്ക്ലമേറ്ററി മാർക്ക് അല്ലെങ്കിൽ എക്സ്ക്ലമേഷൻ. എക്സ്ക്ലമേഷൻ എന്ന് പറയുന്നത് എന്താ? ഒരു വര, താഴെ ഒരു കുത്ത്. ഓക്കെ, ഇങ്ങനെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സഡനായിട്ടുള്ള ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അല്ലെങ്കിൽ നമുക്കൊരു ഇടി കിട്ടി, ഔച്ച്. വേദന കൊണ്ട് പൊളയുമ്പം ഇംഗ്ലീഷുകാർ പറയും ഔച്ച്, നമ്മൾ എന്ത് പറയും? അയ്യോ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ പെട്ടെന്നുള്ള അല്ലെങ്കിൽ സഡനായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാർട്ട് ഓഫ് സ്പീച്ചാണ് ഇൻ്റർജെക്ഷൻ. ഇൻ്റർജങ്ഷൻ അല്ല, ഇൻ്റർജെക്ഷൻ ആണ്. ഓക്കെ, സ്പെല്ലിംഗ് ഓർത്ത് വെച്ചോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ചിനെ പറ്റി ഒരു കുഞ്ഞ് ധാരണയായി എന്ന്, ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തുവായാലും ഇനി ഇതുപോലത്തെ കുഞ്ഞു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അല്ല, ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ പ്ലീസ് ഫോളോ ടീച്ചേഴ്സ് അക്കാഡമി. ഉറപ്പാണ് വിജയം.